കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൂവ്മെന്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ ആണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലൈൻ ഡിഫക്റ്റ് അല്ലേ. സോ ദിസ് ലൈൻ ഡിഫക്ട്സ് ക്യാൻ മൂവ് അലോങ് ദ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ. So there are three modes by which a dislocation can move. First one is by slip or glide. നമ്മൾ പഠിച്ച സ്ലിപ്പ് അല്ലെ. അപ്പോൾ അതൊരു പ്ലെയിൻ്റെ മുകളിൽ കൂടി സ്ലിപ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ നമ്മൾ ഗ്ലൈഡ് ചെയ്ത് പോവാന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് ക്രോസ് സ്ലിപ്പ് ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. ഓക്കെ. അപ്പോൾ ഡിസ്ലൊക്കേഷൻസ് നമ്മൾ 2 ടൈപ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എഡ്ജ് ഡിസ്ലൊക്കേഷനും ഉണ്ട്, സ്ക്രൂ ഡിസ്ലൊക്കേഷനും ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ കേസിൽ ഈ സ്ലിപ്പ് അല്ലെ, സ്ലിപ്പ് പ്ലെയിൻ അല്ലെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവുന്നത് ഡിസ്ലൊക്കേഷൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് ബർജേഴ്സ് വെക്ടർ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ കേസിൽ ബർജേഴ്സ് വെക്ടർ വിൽ ബി പാരലൽ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ. ഓക്കെ, അതൊരു ഡിഫറൻസ്. അങ്ങനെ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. ഈ സ്ലിപ്പ് ഓർ ഗ്ലൈഡ് നമുക്കറിയാം രണ്ടിലും ഉണ്ടാവുന്നുണ്ട് അല്ലെ. രണ്ടിലും സ്ലിപ്പ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ബർജേഴ്സ് വെക്ടർ വന്നത്. അതാണ് ഈ സ്ലിപ്പിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ അത് എഡ്ജിലും വരാം, അത് സ്ക്രൂ ഡിസ്ലൊക്കേഷനിലും വരാം. അപ്പൊ നമ്മൾ ആദ്യം സ്ലിപ്പ് ഓർ ഗ്ലൈഡ് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. അതായത് സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു പർട്ടിക്കുലർ കുറച്ച് പ്ലെയിൻസിന്റെ അറ്റോമിക് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും, അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യും വേറൊരു പോയിന്റിൽ അല്ലെ. അപ്പോൾ ഈ സഫിഷ്യന്റ് ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത പ്ലെയിനിന്റെ മുകളിൽ ടോപ്പ് പോർഷൻ ഓഫ് ദ പ്ലെയിൻ വിൽ സ്ലൈഡ് ഓർ സ്ലിപ്പ് ഓർ ഗ്ലൈഡ് അബവ് ദി ബോട്ടം ഹാഫ്. അപ്പൊ അങ്ങനെയാണ് ഈ സ്ലിപ്പ് ഉണ്ടാവുന്നത്. സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ്സ് ഉണ്ടാവും. അത് എവിടെയെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് പോയി ഔട്ട് സൈഡ് ക്രിസ്റ്റലിന്റെ പുറത്തേക്ക് ബൗണ്ടറി ഔട്ട് സൈഡേക്ക് പോയിട്ട് അത് ഡിസപ്പിയർ ആവും. അപ്പോൾ സ്ലിപ്പ് ഓർ ഗ്ലൈഡ് ആണ് നമ്മൾ ഇന്നലെ നോക്കിയത് അല്ലെ. നോക്കിയപ്പോൾ ബി എന്നുള്ള പ്ലെയിൻ ഉണ്ടല്ലോ, ആ ബി എന്നുള്ള പ്ലെയിൻ ആണ് അവിടെ മിസ്സിംഗ് പ്ലെയിൻ ആയിട്ട് വരുന്നില്ല അല്ലെ. ബി എന്നുള്ള പ്ലെയിൻ അത് അതിന്റെ എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ ആണ് ഇവിടെ കാണിക്കുന്നത്, താഴേക്കുള്ള പ്ലെയിൻ മിസ്സിംഗ് ആണ്. അപ്പൊ ആ ബി എന്നുള്ള ആ പ്ലെയിൻ അവിടെ ഹാങ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്ന സ്ലിപ്പ് പ്ലെയിന്റെ മുകളിൽ കൂടി അത് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ. അതാരാണ് ഇപ്പൊ വന്നത്, ഇപ്പൊ ജോയിൻ ചെയ്ത ആരാണ്? നിങ്ങൾ ശരിക്കും നിങ്ങളെ ഇമെയിൽ ഐ ഡി തന്നെ ജോയിൻ ചെയ്യുക. അത് പേര് വേറെ കാണിക്കുന്നത്. അതാരാ? ലിൻസ് OP ഗെയിമിംഗ് എന്നുള്ളത്, LYNH. നിങ്ങളിങ്ങനെ വേറെ മെയിൽ ഐ ഡിന്ന് വരുന്നതുകൊണ്ടാണ് ഈ അഡ്മിറ്റ് നിങ്ങൾക്ക് കയറാൻ പറ്റാണ്ടാവുന്നത്. അപ്പൊ പ്രത്യുഷ, അത് നിന്റെ സ്വന്തം നീ ഇവിടെ കൊടുത്ത രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നീ പേര് മാറ്റണം. ഓക്കെ, ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കിയത് ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ബി എന്നുള്ള പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ എന്തായി, ഇവിടെ ഇയും സിയും ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബി എന്നുള്ള ബോണ്ട് ബി സിയു ആയിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പൊ അതുപോലെ അത് ഡിസ്ലൊക്കേഷൻ അങ്ങനെ മൂവ് ചെയ്ത് പോകും. അതാണ് നമ്മൾ സ്ലിപ്പ് ഓർ ഗ്ലൈഡിൽ നമ്മൾ പഠിച്ചത്. ഇതിപ്പോ ഇവിടെ കാണിക്കുന്ന എക്സാമ്പിൾ എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ ആണെങ്കിലും എഡ്ജ് ഡിസ്ലൊക്കേഷനിലും സ്ക്രൂ ഡിസ്ലൊക്കേഷനിലും ഈ സ്ലിപ്പ് ഓർ ഗ്ലൈഡ് ഉണ്ടാവും. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് ക്രോസ് സ്ലിപ്പ് ആണ്. ക്രോസ് സ്ലിപ്പ് ഉണ്ടാവുന്നത് സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിൽ മാത്രമാണ് ക്രോസ് സ്ലിപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ നമുക്കറിയാം എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിലും സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിൽ നമുക്ക് എഡ്ജ് ഡിസ്ലൊക്കേഷൻ കേസിൽ ഒരൊറ്റ പ്ലെയിൻ മാത്രമേ ഉണ്ടാവൂ അല്ല. ഡിസ്ലൊക്കേഷൻ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്ലെയിൻ മാത്രമേ ഉണ്ടാവും. അടുത്ത പ്ലെയിൻ പാരലൽ പ്ലെയിൻ ആയിരിക്കും, അതിന്റെ മുകളിലോ താഴെയോ പാരലൽ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ അതില് ഈ ഡിസ്ലൊക്കേഷൻ അതിൽ വരൂല, വേറെ ഡിസ്ലൊക്കേഷൻ വരും. അപ്പൊ ഈ ഒരു ഡിസ്ലൊക്കേഷൻ ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ലൊക്കേഷൻ അതിലൂടെ ആ ഡിസ്ലൊക്കേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ മാത്രമേ ഉണ്ടാവും. അതാണ് അവിടെ വരച്ച ആ റെഡ് സ്ലിപ്പ് പ്ലെയിൻ. പക്ഷെ സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിൽ അങ്ങനെയല്ല. വിത്ത് റെസ്പെക്ട് ടു ആ ഡിസ്ലൊക്കേഷൻ, ഈ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഡിഫറെന്റ് പ്ലെയിൻസ് ഉണ്ടാവും. നമുക്കറിയാം ഇവിടെ കാണിക്കുന്ന റെഡ് പ്ലെയിൻ നമുക്ക് മുകളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതെല്ലാം ഓരോരോ പൊസിഷനാണ്. ഇപ്പൊ ആ പ്ലെയിൻ ഞാൻ 90 ഡിഗ്രി ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലെയിൻ കിട്ടും. അപ്പൊ ഡിഫറെന്റ് പ്ലെയിൻസ് എഡ്ജ് സ്ക്രൂ ഡിസ്ലൊക്കേഷന്റെ കേസിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ക്രോസ് സ്ലിപ്പ് പറയുന്നത്. അപ്പൊ ക്രോസ് സ്ലിപ്പ്
ഓഫ് എ സ്ക്രീവ് ഡിസ്ലൊക്കേഷൻ. സ്ക്രീവ് ഡിസ്ലൊക്കേഷൻ കേസിലാണ് ക്രോസ് സ്ലിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കി അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്ലൊക്കേഷൻ സ്ക്രീവ് ഡിസ്ലൊക്കേഷൻ ലൈനാണ് ഈ 1 തൊട്ട് കാണിക്കുന്നത് അല്ലെ. അപ്പോൾ സ്ക്രീവ് ഡിസ്ലൊക്കേഷൻ എപ്പോഴും ബർജേഴ്സ് വെക്ടർ വിൽ ബി പാരലൽ ടു ദി ഡിസ്ലൊക്കേഷൻ ലൈൻ ആയിരിക്കും. അപ്പോൾ അവിടെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ലൊക്കേഷന്റെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഡിസ്ലൊക്കേഷന്റെ മൂവ്മെന്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദാറ്റ് ബർജേഴ്സ് വെക്ടർ. അപ്പോൾ അത് ആ സ്ലിപ്പ് ലൈനിന്റെ മുകളിൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് 1 നിന്ന് 2 നില പൊസിഷനിലെത്തി. 2 നില പൊസിഷനിലെത്തുമ്പോൾ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അപ്പോൾ അതിന് ഫർദർ മൂവ്മെന്റ് നടക്കൂല. പക്ഷേ ആ 2 നില ഡിസ്ലൊക്കേഷൻ ലൈൻ ഇപ്പോൾ 2-ലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ 2 നില ഡിസ്ലൊക്കേഷൻ ലൈനിൽ തന്നെ വേറെ പ്ലെയിനും ഉണ്ടാവും അല്ലെ, വേറെ ഒരുപാട് പ്ലെയിൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്ലെയിനാണ് ഇപ്പൊ കാണിക്കുന്ന സ്ലിപ്പ് പ്ലെയിൻ 2. അപ്പൊ എന്ത് ചെയ്യും, ഈ ഡിസ്ലൊക്കേഷൻ എന്താവും, അവിടത്തേക്ക് ക്രോസ് സ്ലിപ്പ് ചെയ്യും, അടുത്ത പ്ലെയിനിലേക്ക് ക്രോസ് ചെയ്ത് സ്ലിപ്പ് ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ക്രോസ് സ്ലിപ്പ് എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് എ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഫ്രം വൺ സ്ലിപ്പ് പ്ലെയിൻ ടു എ നോൺ പാരലൽ സ്ലിപ്പ് പ്ലെയിൻ ഈസ് കോൾഡ് ക്രോസ് സ്ലിപ്പ്. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. തേർഡ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. അപ്പൊ ഈ മൂന്നാമത്തെ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എവിടെ ഉണ്ടാകുന്ന വെച്ചാൽ അത് ഉണ്ടാവുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിലാണ്. The motion of an edge dislocation from its slip plane to an adjacent parallel slip plane is called climb. അപ്പോൾ ഞാൻ പറഞ്ഞു എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിൽ ഒരു ഡിസ്ലൊക്കേഷൻ ലൈൻ ഒറ്റ സ്ലിപ്പ് ലൈനിൽ മാത്രമല്ല, ഒരു ഡിസ്ലൊക്കേഷൻ ലൈനിൽ ഒരു സ്ലിപ്പ് ലൈൻ മാത്രമേ പോകുന്നുണ്ടാവും. അടുത്ത സ്ലിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലായിരിക്കും, അതിന് പാരലായിട്ടായിരിക്കും ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്ലൈംബ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ലൈനിന്റെ മുകളിലെ ഡിസ്ലൊക്കേഷൻ അതിന്റെ തൊട്ട് മുകളിലേക്കോ അല്ലെങ്കിൽ തൊട്ട് താഴേക്കോ ഇല്ല, സ്ലിപ്പ് ലൈനിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴേക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ക്ലൈംബ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇതുപോലെ ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ കാണിക്കുന്നത് നമ്മൾ നേരത്തെ നോക്കിയ ഫിഗർ ആണ്. ഒരു സ്ലിപ്പ് ലൈൻ കാണിക്കുന്നുണ്ട്, അതിൽ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈനും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന ഇതിനെ ഞാൻ ആറ്റംസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നില്ല, അറ്റോമിസ്റ്റിക് മെക്കാനിസം ഓഫ് ക്ലൈംബ്. അപ്പൊ നമുക്കറിയാം, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എവിടെയാണ് നമ്മളെ മിസ്സിംഗ് പ്ലെയിൻ ഉള്ളത്. ഇപ്പൊ ഞാൻ കേഴ്സർ കൊണ്ട് കാണിക്കുന്ന ഈ പ്ലെയിൻ ഉണ്ടല്ലോ, ആ പ്ലെയിൻ ആണ് ഇപ്പൊ അവിടെയുള്ള എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ, അല്ലെങ്കിൽ അതാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ താഴേക്കില്ല ആറ്റംസ് എല്ലാം മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ ആറ്റംസ് മിസ്സാകുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ലെയർ എന്തായി, അത് അടുപ്പ് അല്ലെ, അത് രണ്ടും അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഫൈനൽ ക്രിസ്റ്റലിന്റെ ഒരു അറ്റോമിക് പൊസിഷൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാല്. അപ്പോൾ ഈ പ്ലെയിനിന്റെ താഴെ ഭാഗത്തിൽ ഈ ആറ്റത്തിന്റെ താഴോട്ടേക്കാണ് ഡിസ്ലൊക്കേഷൻ ഉള്ളത് അല്ലെ. ത്രൂ ഔട്ട് അതിന്റെ പുറകിലെ ലെയേഴ്സ് എല്ലാം വെച്ചിട്ട് താഴേക്ക് ഒരു ലൈൻ ഓഫ് ഡിസ്ലൊക്കേഷൻ ആണ്, അതിനാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതൊരു ഐഡിയൽ അല്ല. റിയൽ ക്രിസ്റ്റൽസിന്റെ കേസിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നോക്കി കുറച്ച് ഡിഫക്ട്സ് കാണുന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ചില മിസ്സിംഗ് ഉണ്ട് ആറ്റംസ്. അതെന്ത് ഡിഫക്റ്റ് ആണ്? വേക്കൻസി ഡിഫക്ട്സ് ഉണ്ടല്ലോ ഇവിടെ എല്ലാം. ഇവിടെ ഉണ്ട് വേക്കൻസി, ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ഈ എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫിഗറിൽ, അതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയേ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, നിങ്ങൾ നോക്കിക്കോ, ഇതില് നമുക്കറിയാം ഇതാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. നോക്കിയേ ഇപ്പൊ എവിടെയാണ് ഉള്ളത് ഡിസ്ലൊക്കേഷൻ, എവിടെയാണ് ഉള്ളത്? ഇപ്പൊ ഈ കേഴ്സർ പോയിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഇൻവേർട്ടഡ് ടി കാണിക്കുന്ന എവിടെയാണ് ഡിസ്ലൊക്കേഷൻ ഉള്ളത് അല്ലെ. നോക്കി അടുത്ത സ്ലൈഡ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമുക്കറിയാം ഡിസ്ലൊക്കേഷൻ ഉള്ള ആ ഒരു ലൈനിലൂടെയാണ് എന്താ ഉണ്ടാവുക, സ്ലിപ്പ് ഉണ്ടാവുക അല്ലെ. ശരിയല്ലേ? സ്ലിപ്പ് നടക്കുന്ന ആ പ്ലെയിനാണ് ഇപ്പൊ ഡോട്ടഡ് കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പ്ലെയിന്റെ മുകളിലേക്കാണ് അത് സ്ലിപ്പ് ചെയ്ത് പോകില്ല അല്ലെ. എങ്ങനെയാണ് സ്ലിപ്പ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അറിയാം. അതിന് തൊട്ടപ്പുറത്തുള്ള അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ ലോവർ ഹാഫ് പ്ലെയിന് ഇതുമായിട്ട് കോൺടാക്ട് വരും. അപ്പൊ അപ്പുറത്തേക്ക് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്തു. അങ്ങനെ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്ത് പോകും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ ശരിക്കും ക്ലൈംബ് ചെയ്യാൻ വേണ്ടത് അല്ലെ. ഇവിടെ സംഭവിക്കുന്ന നോക്കിക്കോ, അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇവിടെയുള്ള ഈ ഡിസ്ലൊക്കേഷൻ ആ പ്ലെയിനിലില്ല, അല്ലെങ്കിൽ ആ ഡിസ്ലൊക്കേഷൻ എഡ്ജിൽ വരുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഈ എക്സ്ട്രാ ഹാഫ് പ്ലെയിന്റെ താഴെയില്ല ആറ്റംസ് എന്താവും, തൊട്ടപ്പുറത്തുള്ള അതിന് ഫേവറബിൾ ആയിട്ട് ജമ്പ് ചെയ്യാനുള്ള ഒരു വേക്കൻസി അപ്പുറത്തുണ്ട്. അപ്പൊ അതിലേക്ക് അത് ജമ്പ് ചെയ്ത് പോകും. ഓക്കെ, ആ ജമ്പ് ചെയ്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ശരിക്കും ഡിസ്ലൊക്കേഷൻ എന്തായി, മുകളിലേക്ക് ഷിഫ്റ്റ് ആയി അല്ലെ. ഇപ്പോൾ മിസ്സിംഗ് ഹാഫ് പ്ലെയിൻ ഏത്, അതേ പ്ലെയിൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ലോവർ മോസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, സ്ലിപ്പ് പ്ലെയിൻ എന്തായി, പുതിയ പൊസിഷനിലേക്ക് ജമ്പ് ചെയ്തു അല്ലെങ്കിൽ ക്ലൈംബ് ചെയ്തു. ഓക്കെ, അതായത് പുതിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയുന്നത് പാരലായിട്ടായിരിക്കും ഉണ്ടാവില്ല അല്ലെ. ഓൾറെഡി ഉള്ള പ്ലെയിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് അത് ക്ലൈംബ് ചെയ്തു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് മുകളിലത്തെ പ്ലെയിനിലേക്ക് ക്ലൈംബ് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തെ പ്ലെയിനിലേക്ക് ക്ലൈംബ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ കാണിച്ച എക്സാമ്പിൾ അത് മുകളിലത്തെ പ്ലെയിനിലേക്കാണ് ക്ലൈംബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ പോസിറ്റീവ് ക്ലൈംബ് എന്ന് പറയും. ഇൻ കേസ് അത് താഴത്തെ പ്ലെയിനിലേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ക്ലൈംബ് എന്ന് പറയും. ഓക്കെ,
അപ്പോൾ ഈ ക്ലൈംബ് ഉണ്ടാകുന്ന എന്താണ്, ഇത് ഡിഫ്യൂഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു വാക്കൻസി സൈഡിലേക്ക് ഇവിടെയുള്ള ആറ്റംസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദ പോസിറ്റീവ് ക്ലൈംബ് ഒക്കേഴ്സ് ബൈ ഡിഫ്യൂഷൻ ഓഫ് വാക്കൻസീസ് ടു ദ സൈറ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ വാക്കൻസിയിലെ സൈറ്റിലേക്ക് ഡിസ്ലൊക്കേഷനിലെ ആറ്റംസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് പോസിറ്റീവ് ക്ലൈംബ് കിട്ടുന്നത്. സിമിലർലി നെഗറ്റീവ് ക്ലൈംബ് ഇതിൽ കാണിക്കുന്നില്ല. നെഗറ്റീവ് ക്ലൈംബ് വരുന്നത് ഇന്ന നെഗറ്റീവ് ക്ലൈംബ് some nearly atoms from normal atomic sites move to dislocation site and it will form an additional row of atoms to that incomplete plane of atoms. അപ്പോൾ അത് വേറെ ഫിഗറിൽ നമുക്ക് അത് രണ്ടും ഒന്നിച്ച് കാണാം. So an edge dislocation can move out of its slip plane to another parallel slip plane just above or below it. This type of dislocation movement is called dislocation climb. ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. പോസിറ്റീവ് ക്ലൈംബും ഉണ്ട്, നെഗറ്റീവ് ക്ലൈംബും ഉണ്ട്. രണ്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കിയാൽ പോസിറ്റീവ് ക്ലൈംബ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻവേർട്ടഡ് ടി കൊണ്ടാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ക്ലൈംബ് റെപ്രസെന്റ് ചെയ്യുന്നത് ടി എന്നുള്ള സിമ്പൽ കൊണ്ടാണ്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ ഈ ഫിഗറിൽ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിക്കുന്നുണ്ട് പോസിറ്റീവ് ക്ലൈംബ് കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ക്ലൈംബിൽ നോക്കിയേ എന്താ ചെയ്തത്, പോസിറ്റീവ് ക്ലൈംബിൽ ഓൾറെഡി ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് അല്ലെ. ആ വേക്കൻസി സൈഡിലേക്ക് അതിന്റെ തൊട്ടിപ്പുറത്തെ ലെയർ ഓഫ് ആറ്റത്തിൽ ലോവർ മോസ്റ്റ് ആറ്റം അല്ലെ ഇങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോയി. എന്ന് വെച്ചാൽ ആ ഹാങ്ങിങ് പ്ലെയിൻ ഇതുപോലെയായി. എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചു, സ്ലിപ്പ് പ്ലെയിൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനാണ് പോസിറ്റീവ് ക്ലൈംബ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെക്കൻഡ് എക്സാമ്പിൾ അത് നെഗറ്റീവ് ക്ലൈംബ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ എന്താ സംഭവിച്ചറിയോ, ഓൾറെഡി അതിന്റെ തൊട്ടപ്പുറത്തിൽ ഒരു ആറ്റം ആ ഡിസ്ലൊക്കേഷൻ പ്ലെയിൻ അല്ലെങ്കിൽ ആ എക്സ്ട്രാ ഹാഫ് പ്ലെയിന്റെ താഴെ വന്ന് നിന്നു. ഓക്കെ, ഓൾറെഡി ഇവിടെ 1 2 3 4 ആറ്റംസ് മാത്രമേ ആ മിസ്സിംഗ് ഹാഫ് പ്ലെയിനിൽ ഉണ്ടായില്ല. അപ്പൊ ആ ഫോർത്ത് ആറ്റത്തിന്റെ താഴെയായിട്ടാണ് നമ്മൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ സംഭവിച്ചു വെച്ചാൽ ഓൾറെഡി ഉള്ളൊരു ആറ്റം ഈ ഒരു പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ആയി. ഈ എക്സ്ട്രാ ഹാഫ് പ്ലെയിന്റെ അല്ല 1 2 3 4 5 ആയി. ഇപ്പൊ ഈ ഫിഫ്ത്ത് ആറ്റത്തിന് താഴെയായിരിക്കും ഡിസ്ലൊക്കേഷൻ. അപ്പൊ എന്ത് സംഭവിച്ചു, സ്ലിപ്പ് പ്ലെയിൻ താഴേക്കാണ് ഷിഫ്റ്റ് ആയത്. അപ്പൊ അതിനെയാണ് നെഗറ്റീവ് ക്ലൈംബ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ്. ടോപ്പിക് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് നിങ്ങളെ ഇതിൽ സിലബസിൽ, ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. എന്താണ് ഈ ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡിസ്ലൊക്കേഷന്റെ മൂവ്മെന്റ് നമുക്കറിയാം. ഡിസ്ലൊക്കേഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വൺസ് അത് ക്രിസ്റ്റലിന്റെ ഔട്ടർ ബൗണ്ടറി ഔട്ടർ സർഫസ് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഫ്രാങ്ക് റീഡ് സോഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ. ഇതൊക്കെ ഈ ഡിസ്ലൊക്കേഷൻ സോഴ്സസ് ആണ്. അങ്ങനെ ഡിസ്ലൊക്കേഷന്റെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഗ്രെയിൻ ബൗണ്ടറീസ് ഒക്കെ ഡിസ്ലൊക്കേഷന്റെ സോഴ്സസ് ആണ്. അപ്പൊ ഡിസ്ലൊക്കേഷൻസ് ഇതുപോലെ ഉണ്ടാവും. അത് ഔട്ടർ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ചെയ്ത് പോകും. ഇല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അത് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അത് അവിടെ അടിഞ്ഞുകൂടി നിൽക്കും, പൈലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ മീൻസ് ദ ഡിസ്ലൊക്കേഷൻസ് മൂവിംഗ് വൺ ബിഹൈൻഡ് ദ അതർ അലോങ് ആൻ ആക്റ്റീവ് സ്ലിപ്പ് ലൈൻ ആർ കോൾഡ് ആസ് ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ അത് എന്താണ്, കുറെ ട്രീസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത പോലെ മൂവ് ചെയ്യുന്ന പോലെയുള്ള ഒരു തോന്നല ഉണ്ടാവില്ല അത് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ. അതുകൊണ്ടാണ് അതിന് ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ എന്നുള്ളൊരു നെയിമിൽ വിളിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാം, ഡിസ്ലൊക്കേഷൻസ് മൂവിങ് വൺ ബിഹൈൻഡ് ദ അതർ അലോങ് ആൻ ആക്റ്റീവ് സ്ലിപ്പ് ലൈൻ ഈസ് കോൾഡ് ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ പഠിക്കുക. when a dislocation forest intersects with other dislocations, അപ്പൊ ഇതുപോലെ ഡിസ്ലൊക്കേഷൻ ഫോറസ്റ്റിലെ ഡിസ്ലൊക്കേഷൻസ് വേറെ ഡിസ്ലൊക്കേഷനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ ജോക്സ് ഫോർമേഷൻ നടക്കുന്നു. അപ്പൊ ജോക്സ് ആൻഡ് കിങ്സ് പറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. അപ്പോ ഈ ഡിസ്ലൊക്കേഷൻ ലൈൻസിൽ വരുന്ന ബ്രേക്കിനെയാണ് നമ്മൾ ജോക്സ് കിങ്സ് എന്നെല്ലാം ഉള്ള ഈ ടേംസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ജോക്സ് ആർ ഫൗണ്ട് വിച്ച് റെസ്ട്രിക്ട് ഫർദർ മൂവ്മെന്റ് ഓഫ് ദ ഡിസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഡിസ്ലൊക്കേഷൻ ലൈനിൽ വരുന്ന ബ്രേക്കിനെയാണ് നമ്മൾ ജോക്സ് കിങ്സ് KINKS കിങ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിക്കുക, ഫോറസ്റ്റ് ഓഫ് ഡിസ്ലൊക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. എന്താണ്, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് അറിയാം. ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഡിസ്ലൊക്കേഷൻ ലൈൻസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിനകത്തുള്ള ടോട്ടൽ ലെങ്ത് ഓഫ് ഡിസ്ലൊക്കേഷൻ ലൈനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഡിസ്ലൊക്കേഷൻ ലൈൻസ് ദാറ്റ് മൂവ് അക്രോസ് എ യൂണിറ്റ് ക്രോസ് സെക്ഷൻ അല്ലെ. യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയിൽ മൂവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡിസ്ലൊക്കേഷൻ ലൈൻസിനെയാണ് നമ്മൾ വെച്ചിട്ട് അതിനാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്.
യൂഷ്വലി അത് mm⁻², അല്ലെ, പെർ mm² എന്ന ഇതിലാണ് നമ്മുടെ ഡെൻസിറ്റി പറയുന്നത്. ഓക്കെ, mm⁻² ആണ് അതിന്റെ യൂണിറ്റ്. ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ബിലോ ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഡു നോട്ട് ഹാവ് എനി എഫക്ട് ഓൺ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. അപ്പോൾ ടെമ്പറേച്ചറും ഡെൻസിറ്റി നമ്മൾ റിലേഷൻ ഉണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ താഴെ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ എന്താണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ? റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ പറഞ്ഞാൽ അത് നോർമൽ റൂം ടെമ്പറേച്ചർ അല്ല. ഓരോ മെറ്റീരിയലിന്റെയും ഗ്രെയിൻസ് റീക്രിസ്റ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കോപ്പറിന്റെ കേസിൽ അത് 250 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ ഒരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിൽ താഴെ നമ്മൾ അതിന്റെ മുകളിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഡിഫോം ചെയ്യുമ്പോൾ നമ്മളതിനെ എന്താ പറയാ, കോൾഡ് വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോ ആ മെറ്റീരിയൽ ഈ പറയുന്ന റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിലെ ഒരു ടെമ്പറേച്ചറിൽ എത്തിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഡിഫോർമേഷനോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഹോട്ട് വർക്കിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എനി എഫക്ട് ഓൺ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. ബട്ട് കോൾഡ് വർക്കിംഗ് ആൻഡ് അനീലിംഗ് ഡയറക്ട്ലി എഫക്ട് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റീസ് ഓഫ് മെറ്റാലിക് മെറ്റീരിയൽസ്. അപ്പൊ നോക്കിയേ, കോൾഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് നോക്കുക. കോൾഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷന്റെ നമ്പർ ഓഫ് ഡിസ്ലൊക്കേഷൻസ് കൂടുന്നുണ്ട്, അതായത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, കോറിലേഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി വിത്ത് സ്ട്രെങ്ത് ആൻഡ് നാനോ കൺസെപ്റ്റ്. എങ്ങനെയാണ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയും സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കുന്നത് സ്ലൈഡിൽ. ഓക്കെ, അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആയിട്ട് അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കാം. സാധാരണഗതിയിൽ ഡിസ്ലൊക്കേഷൻസ് ഇല്ല. ഇപ്പൊ ഒരു മെറ്റീരിയലിൽ ഡിസ്ലൊക്കേഷൻസ് ഇല്ല എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ പ്യൂർ ആയിരിക്കും. കാരണം ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ആണ്, അല്ലെ. അപ്പൊ നമുക്കറിയാം എല്ലാ മെറ്റീരിയലിലും റിയൽ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തായാലും ഡിഫക്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഡിസ്ലൊക്കേഷൻസ് ഇല്ലാത്ത ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോ usually all crystalline materials will have a certain degree or certain level of dislocation density, and theoretically the strength of a material with no dislocations will be extremely high. എന്ന് വെച്ചാൽ strength of a material is inversely related to mobility of dislocation. Strength of a material is inversely related to mobility of dislocations. Okay, അപ്പൊ നോക്കിയ സ്ട്രെങ്ത്തും ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി തമ്മിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റ് അല്ലെ, മൊബിലിറ്റിയോ ഡിസ്ലൊക്കേഷൻ തമ്മിൽ ഇൻവേഴ്സ്ലി റിലേഷൻ ആണുള്ളത്. പക്ഷെ നമുക്കറിയാം കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നുണ്ട്, അല്ലെ. കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നുണ്ട്. കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ പക്ഷെ സ്ട്രെങ്ത്തും കൂടുന്നുണ്ട്. ഓക്കെ, കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ശരിക്കും മെറ്റീരിയൽസിന്റെ സ്ട്രെങ്ത്തും കൂടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ സംഭവിക്കുന്നത്? കാരണം ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മൊബിലിറ്റിയോ ഡിസ്ലൊക്കേഷൻ കൂടുന്നതനുസരിച്ചിട്ട് സ്ട്രെങ്ത് കുറയണം, അല്ലെ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഈ കോൾഡ് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടുന്നു. അപ്പോ അവിടെ സംഭവിക്കുന്നത്, അവിടെ സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുന്നു. ഓക്കെ, അങ്ങനെ സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ഡിസ്ലൊക്കേഷൻ മൂവ്മെന്റിനെ അത് അവിടെ ഒരു ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുന്നു, വിച്ച് ലീഡ്സ് ടു ദി ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ എന്താ സ്ട്രെയിൻ ഹാർഡനിങ് പറഞ്ഞാൽ, സ്ട്രെയിൻ ഹാർഡനിങ് ഇൻ മെറ്റീരിയൽ ഈസ് ദ ഇൻക്രീസ് ഓഫ് സ്ട്രെങ്ത് വിത്ത് സ്ട്രെയിൻ. സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഓഫ് സ്ട്രെങ്ത് വിത്ത് സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോ ഇതുപോലത്തെ ഡിസ്ലൊക്കേഷൻ ലൈൻസ് തമ്മിൽ എന്താ പറയാ ഇന്റർസെക്ട് ചെയ്ത് അവിടെ എന്താണ് അതിന്റെ മൂവ്മെന്റിനെ അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ഡിസ്ലൊക്കേഷൻ ഒരുപാട് ഡെൻസിറ്റി കൂടിയാലും അതിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഫർദർ മൂവ്മെന്റ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. അപ്പോ സാധാരണ മെറ്റീരിയൽ, അതായത് കൺവെൻഷണൽ മെറ്റീരിയൽസിന്റെ കേസിൽ ഇതാണ്, അതായത് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയലും മൊബിലിറ്റി ഓഫ് ഡിസ്ലൊക്കേഷൻ തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. കോൾഡ് വർക്കിങ്ങിന്റെ കേസിൽ മാത്രം ഒരു എന്താന്നുള്ള കാര്യം നമ്മൾ നോക്കി. അതിന് നാനോ മെറ്റീരിയൽസിന്റെ കേസിലും സെയിം ഇതുപോലെ തന്നെയാണ്. നാനോ മെറ്റീരിയലിന്റെ കേസിൽ ഗ്രെയിൻ സൈസ് വളരെ ചെറുതായിരിക്കും. Nano crystalline metals can be considered as simple special case of polycrystalline metals in which the grain size is very small. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ സ്ട്രെയിൻ ഹാർഡനിങ്, അതായത് കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ഹാർഡനിങ്
നമ്മളെ കൺവെൻഷണൽ മെറ്റീരിയൽസിനെ വെച്ച് നോക്കുമ്പോൾ നാനോ മെറ്റീരിയൽസിൽ കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്, ലോ ആണ്. അതുപോലെ തന്നെ ഈ സ്ട്രെങ്തനിങ് മെക്കാനിസം, ഈ സ്ട്രെയിൻ ഹാർഡ് ഉണ്ടാകുമ്പോൾ സ്ട്രെങ്തൻ ചെയ്യുമല്ലോ, അതും ഈ നാനോ ക്രിസ്റ്റലൈൻ മെറ്റീരിയലും നമ്മളെ ഓർഡിനറി പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽ പോലെ സെയിം തന്നെയാണ് സ്ട്രെങ്തനിങ് മെക്കാനിസവും. ഓക്കെ, അതും ഇവിടെ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇത് നാനോ മെറ്റീരിയലിന്റെ കേസിലും, അതായത് നമ്മളെ കൺവെൻഷണൽ മെറ്റീരിയൽസിന്റെ കേസിലും ഒരുപോലെ തന്നെയാണ് സ്ട്രെങ്ത്തും ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. നാനോ മെറ്റീരിയൽസിന്റെ കേസിൽ ഗ്രെയിൻ സൈസ് ചെറുതാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കൺവെൻഷണൽ മെറ്റീരിയൽസ് നോക്കുമ്പോൾ സ്ട്രെങ്ത് ഇംപ്രൂവ്മെന്റ് കുറവായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഡിഫറെന്റ് ഡിസ്ലൊക്കേഷൻ സോഴ്സസ് ഉണ്ടാവും. ഓക്കെ, ഡിഫറെന്റ് ഡിസ്ലൊക്കേഷൻ സോഴ്സസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ നോക്കി ഫ്രാങ്ക് റീഡ് സോഴ്സ്. ഫ്രാങ്ക് റീഡ് സോഴ്സിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലെ. ഒരു പർട്ടിക്കുലർ എഡ്ജ് ഡിസ്ലൊക്കേഷൻ അത് ബൾജ് ചെയ്ത് പോയി അല്ലെ, അത് ബ്രേക്ക് ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ ലൂപ്പായിട്ട് പുറത്തേക്ക് പോയി അല്ലെ, വാട്ടറിൽ റിപ്പിൾസ് ഉണ്ടാകുന്ന പോലെ പുറത്തേക്ക് പോയി. പക്ഷെ അത് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അത് പുതിയൊരു ഡിസ്ലൊക്കേഷൻ ലൈനിന് രൂപം കൊടുക്കുന്നുണ്ട് അല്ലെ, പുതിയൊരു ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാകുന്നു. ഫർദർ ആ ഡിസ്ലൊക്കേഷൻ ലൈൻ ഇതുപോലെ ബൾജ് ചെയ്തു അല്ലെ, ഒരു ലൂപ്പ് ഉണ്ടാക്കി, അതും പുറത്തേക്ക് പോകും. അപ്പോഴും അത് പുതിയ ഡിസ്ലൊക്കേഷൻ ലൈൻ ഉണ്ടാവും. അപ്പോൾ സെൽഫായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡിസ്ലൊക്കേഷൻ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോരോ സോഴ്സസ് ആണ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാനുള്ള കുറച്ച് സോഴ്സസ് ഉണ്ട്. അതേതല്ലാന്നില്ല ജസ്റ്റ് പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പോയിന്റ്സ് എന്തായാലും നിങ്ങൾ പഠിക്കുക. ഡിസ്ലൊക്കേഷൻ സോഴ്സസ് ഒരുപക്ഷെ ചോദിക്കാം. അപ്പോൾ ഇതിൽ 5 പോയിന്റ്സ് അതിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് നമ്മൾ ഡിഫോം ചെയ്യുന്ന സമയത്ത് ഡിസ്ലൊക്കേഷൻ ഡെൻസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അതൊരു സോഴ്സ് ആണ്, ഡിസ്ലൊക്കേഷൻ സോഴ്സ് ആണത്. അതുപോലെ ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ അവിടെയും ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രെയിൻ ബൗണ്ടറീസ് ആർ ഓൾസോ സോഴ്സസ് ഓഫ് ഡിസ്ലൊക്കേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ മോണോക്രിസ്റ്റൽസിന്റെ കേസിൽ നമ്മളെപ്പോഴും സാധാരണ നമുക്ക് കാണുന്നത് പോളിക്രിസ്റ്റൽസ് ആണ്. മോണോക്രിസ്റ്റൽസിന്റെ കേസിലും അതിന്റെ ക്രിസ്റ്റലിന്റെ സർഫസ് ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, മെറ്റീരിയൽ സർഫസ് ഒരു ഡിസ്ലൊക്കേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഫ്രാങ്ക് റീഡ് സോഴ്സ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഫ്രാങ്ക് റീഡ് സോഴ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് ഡിസ്ലൊക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു മെക്കാനിസം, അതാണ് ഫ്രാങ്ക് റീഡ് സോഴ്സ്. ഓക്കെ, വേറൊരു ഡിസ്ലൊക്കേഷൻ സോഴ്സ് പറയുന്നത് അനദർ വേ ഇസ് ദാറ്റ് ഡിസ്ലൊക്കേഷൻസ് ക്യാൻ ഫോം ഇസ് ബൈ അഗ്രിഗേഷൻ ആൻഡ് കൊളാപ്സ് ഓഫ് വാക്കൻസീസ് തമ്മിൽ അഗ്രിഗേറ്റ് ചെയ്തു അത് കൊളാപ്സ് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. ഇറ്റ് വിൽ ഫോം എ ഡിസ്ക് ഓർ എ പ്രിസ്മാറ്റിക് ലൂപ്പ് ഇഫ് ദേ ആർ പ്രസന്റ് ഇൻ എ സൂപ്പർ സാച്ചുറേറ്റഡ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഒരുപാട് വാക്കൻസീസ് ഉണ്ടെങ്കിൽ അത് അഗ്രിഗേറ്റ് ചെയ്ത് കൊളാപ്സ് ചെയ്തിട്ട് അതൊരു ഡിസ്ലൊക്കേഷൻ സോഴ്സ് ആയി മാറാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ഡിസ്ലൊക്കേഷൻ സോഴ്സസ്. ജസ്റ്റ് ഇതിന് ഈ പോയിന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈ ആൻഡ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് ഓൺ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഹൈ ആൻഡ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് നമ്മൾ നോക്കിയതാണ് അല്ലെ. നമ്മൾ സാധാരണ ഗ്രെയിൻ ബൗണ്ടറീസ് പറയുമ്പോൾ 10 ഡിഗ്രി അബോവ് അല്ലെ, നമുക്കറിയാം ഗ്രെയിൻസ് തമ്മിൽ അല്ലെ, ഒരുപാട് ഗ്രെയിൻസ്. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ എടുത്തു, അതിൽ 2 ഗ്രെയിൻസ് ഉണ്ട് വിചാരിക്കാം. ഈ 2 ഗ്രെയിൻസ് 2 രീതിയിലായിരിക്കും ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, അതിന്റെ ഓറിയന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഒന്നിനെ വിത്ത് റെസ്പെക്ട് ടു ദ അതർ, വിത്ത് റെസ്പെക്ട് ടു ദ വൺ, ദ അതർ വിൽ ബി ഓറിയന്റഡ് അറ്റ് എ ഡിഫറെന്റ് ആംഗിൾ അല്ലെ. So if that angle is greater than 10 degrees, it is considered as a high angle grain boundary. If it is less than 10 degree, it is considered as a low angle grain boundary. നമ്മൾ പറയുന്ന ഈ ടിൽറ്റ് ബൗണ്ടറി ഒക്കെ എന്ന് വെച്ചാൽ വളരെ കുറവ് മാത്രമേ ഉണ്ടാവും ഈ മിസ്അലൈൻമെന്റ്. ടിൽറ്റ് ബൗണ്ടറിക്കൊക്കെ ഏറ്റവും കുറവ് ആംഗിൾ ഓഫ് മിസ്അലൈൻമെന്റ് വരുന്നത്. അപ്പൊ അതൊക്കെ ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറിയിൽ വരുന്നതാണ്. പക്ഷെ സാധാരണ നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ ഹൈ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറിനെയാണ്, അത് മോർ ദാൻ 10 ഡിഗ്രി വരും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാകുമ്പോൾ എപ്പോഴും അതുണ്ടാവും, അത് ഈ പറഞ്ഞ ഡിസ്ലൊക്കേഷന്റെ മൂവ്മെന്റിനെ അത് റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഒബ്സ്റ്റക്കിൾ ആണ്. ഗ്രെയിൻ ബൗണ്ടറീസ് പ്രൊവൈഡ് ഒബ്സ്റ്റക്കിൾ ടു ഡിസ്ലൊക്കേഷൻ മോഷൻ. ആസ് ദ ഓറിയന്റേഷൻ ഓഫ് ദ ക്രിസ്റ്റൽസ് ഓൺ either സൈഡ് ഓഫ് എ ഗ്രെയിൻ ബൗണ്ടറി is different, ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്, ഡിഫറെന്റ് ആൻഡ് റാൻഡം. A dislocation moving on a common slip plane in one crystal can rarely move on to a similar slip plane in the adjacent crystal. അപ്പോൾ ഒരു ബൗണ്ടറിയിലേക്ക് എത്തി, ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്തൊരു ബൗണ്ടറിയിലേക്ക് എത്തുമ്പോൾ
രണ്ട് ഭാഗത്തിലെ ക്രിസ്റ്റലും രണ്ട് രീതിയിലാണ് അതിനെ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻ ലൈൻ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റൂല, അപ്പൊ അത് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഹൻസ് ഡിസ്ലൊക്കേഷൻസ് ആർ സ്റ്റോപ്ഡ് ബൈ എ ഗ്രെയിൻ ബൗണ്ടറി ആൻഡ് പൈൽ അപ്പ് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പൊ അവിടെ അത് അടിഞ്ഞു കൂടാൻ വേണ്ടി തുടങ്ങും, അവിടെ അത് പൈലപ്പ് ചെയ്യും, അതൊരു എറേ ആയിട്ട് ഫോം ചെയ്യും അവിടെ അടിഞ്ഞു കൂടിയിട്ട്, അതിനാണ് പൈലപ്പ് എന്ന് പറയുന്നത്. സോ the smaller is the grain size, the more frequent is the pile-up of dislocation. അപ്പോൾ ഗ്രെയിൻ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് ഈ പൈലപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ വിൽ it will be more frequent. Okay. Grain boundaries contain grain boundary dislocation. These are not mobile dislocations producing extensive slip. അപ്പോൾ ഈ ഗ്രെയിൻ ബൗണ്ടറീസിൽ ഉണ്ടാകുന്ന ഈ ബൗണ്ടറീസിൽ ഉണ്ടാകുന്ന ഈ ഡിസ്ലൊക്കേഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രെയിൻ ബൗണ്ടറി, നേരത്തെ പറഞ്ഞ ഡിസ്ലൊക്കേഷൻ പോലെ അവിടെ സ്ലിപ്പ് ഉണ്ടാകുന്ന ഒരു ഡിസ്ലൊക്കേഷൻ അല്ല. The chief role is they group together with the boundary to form a step or grain boundary ledge. അപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് ഫോർമേഷൻ അത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ലെഡ്ജ് ഫോർമേഷൻ ഉണ്ടാവും ഇതുപോലത്തെ ഡിസ്ലൊക്കേഷൻസ്. അതൊരു അവിടെ സ്ലിപ്പ് ഉണ്ടാവുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാധാ ക്രിസ്റ്റലിനകത്ത് ഉണ്ടാകുന്ന പോലെയല്ല ബൗണ്ടറീസിൽ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ, അത് അവിടെ ഒരു സ്റ്റെപ്പ് ഫോർമേഷൻ നടത്തും. ഓക്കെ. ആസ് ദ മിസ്ഓറിയന്റേഷൻ ആംഗിൾ ഓഫ് ദ ഗ്രെയിൻ ബൗണ്ടറി ഇൻക്രീസസ്, അതായത് മിസ്അലൈൻമെന്റ് ആംഗിൾ അല്ലെ, രണ്ട് ഗ്രെയിൻസ് തമ്മിൽ മിസ്അലൈൻമെന്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്താൽ ദ ഡെൻസിറ്റി ഓഫ് ദ ലെഡ്ജസ് ഓൾസോ വിൽ ഇൻക്രീസസ് അല്ലെ. അപ്പൊ ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജസ് ആർ എഫക്റ്റീവ് സോഴ്സ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജസ് ആർ എഫക്റ്റീവ് സോഴ്സസ് ഓഫ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഈ മിസ്ഓറിയന്റേഷൻ ആംഗിൾ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ ഡെൻസിറ്റി ഓഫ് ലെഡ്ജസും കൂടിക്കൊണ്ടിരിക്കും. A low angle grain boundary contains a relative simple arrangement of dislocation. The simple situation is ഒരു ടിൽറ്റ് ബൗണ്ടറി ആണ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത്, ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറി ആയിട്ട് അല്ലെ. അപ്പൊ അതിലും ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവും. സിൻസ് ലോ ആംഗിൾ ബൗണ്ടറീസ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ഡിസ്ലൊക്കേഷൻ എറേസ്, ഈ എറേസ് പറയുന്നത് ഡിസ്ലൊക്കേഷൻ പൈലപ്പ് ചെയ്തിട്ടുണ്ടാകുന്ന എറേസ് ആണ്. A study of these properties provide valuable information on dislocation behavior. അപ്പോൾ ഇവിടെ ഡിസ്ലൊക്കേഷൻ ബിഹേവിയർ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. Okay. It has also been found that the boundary angle decreases with the increased distance of shear. This means that boundary loses dislocation as it moves. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈ ആൻഡ് ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസ് ഓൺ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഡിസ്ലൊക്കേഷൻസ് ഉണ്ടാവുന്നത് ഈ പറയുന്ന ഗ്രെയിൻ ബൗണ്ടറീസിൽ ഈ ഡിസ്ലൊക്കേഷൻ ലൈൻസ് പൈലപ്പ് ചെയ്യും, അവിടെ ഒരു എറേ ഫോർമേഷൻ നടത്തും, അങ്ങനെയാണ് ഈ പറയുന്ന ഡിസ്ലൊക്കേഷൻ പൈലപ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്മോളർ ദ ഗ്രെയിൻ സൈസ്, അപ്പോൾ ഗ്രെയിൻ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടാവും അല്ലെ. ഇപ്പോൾ ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആണെങ്കിൽ ഗ്രെയിൻ ബൗണ്ടറീസ് കുറവായിരിക്കും അല്ലെ, അതിന്റെ ഔട്ടർ സർഫസ് മാത്രമാണ് അതിന്റെ ബൗണ്ടറി. നേരെ മറിച്ച് രണ്ട് ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റലിൽ അതിന്റെ നടുവിലേക്ക് കൂടി ഒരു ബൗണ്ടറി ഉണ്ടാവും, നാലാണെങ്കിൽ പിന്നെയും വേറൊരു ബൗണ്ടറിയും കൂടി ഉണ്ടാവും. അങ്ങനെ ഗ്രെയിന്റെ സൈസ് കുറയുന്നതനുസരിച്ചിട്ട് ഒരുപാട് ബൗണ്ടറീസ് വരും അല്ലെ. അപ്പോൾ ദ സ്മോളർ ഈസ് ദ ഗ്രെയിൻ സൈസ്, ദ മോർ ഫ്രീക്വന്റ് വിൽ ബി ദ പൈലപ്പ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷന്റെ പൈലപ്സ് കൂടും ഗ്രെയിൻ സൈസ് കുറയുമ്പോൾ, അപ്പൊ തന്നെ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്തും കൂടും. ഓക്കെ. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ ഗ്രെയിൻ ബൗണ്ടറി പൈലപ്പ് ചെയ്യുമ്പോൾ അവിടെ ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജസ് ആണ് ഉണ്ടാകുന്നത്. ഈ ലെഡ്ജസ് എല്ലാം എന്താണ്, ദേ ആർ ഡിസ്ലൊക്കേഷൻ സോഴ്സസ്. നേരത്തെ പറഞ്ഞ ഗ്രെയിൻ ബൗണ്ടറീസ് ആർ ഡിസ്ലൊക്കേഷൻ സോഴ്സസ് തന്നെയാണ് ഇത്, ഗ്രെയിൻ ബൗണ്ടറി ലെഡ്ജസ് ആണത്. ഓക്കെ. വേറെ കാര്യം ഇത് നോക്കി വെച്ചാൽ നമ്മൾ ഷിയർ കൊടുക്കുന്നതനുസരിച്ച് എന്താവും, ബൗണ്ടറി ആംഗിൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ. ദിസ് മീൻസ് ദാറ്റ് ബൗണ്ടറി ലൂസസ് ഡിസ്ലൊക്കേഷൻ ആസ് ഇറ്റ് മൂവ്സ്. അപ്പോൾ നമ്മൾ ഷിയർ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഈ ബൗണ്ടറി ആംഗിൾ കുറയും. ഓക്കെ. ബൗണ്ടറി ആംഗിൾ കുറയുമ്പോൾ എന്താണ്, ഡിസ്ലൊക്കേഷനും കുറയുന്നുണ്ട്. ഓക്കെ. ബൗണ്ടറി ആംഗിൾ കൂടുമ്പോഴാണ് ഡിസ്ലൊക്കേഷൻ കൂടുന്നത്. ഓക്കെ. ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഗ്രെയിൻ ഗ്രോത്ത് ആൻഡ് ആപ്ലിക്കേഷൻ ഡ്യൂറിങ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഗ്രെയിൻ ഗ്രോത്തിനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നാണ് ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. ദ ബൗണ്ടറി ബിറ്റ്വീൻ വൺ ഗ്രെയിൻ ആൻഡ് ഇറ്റ്സ് നെയ്ബറിംഗ് ഗ്രെയിൻ, അതായത് ഗ്രെയിൻ ബൗണ്ടറി അല്ലെ, ഈസ് എ ഡിഫക്ട് ഇൻ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി. എല്ലാ ഗ്രെയിൻ ബൗണ്ടറീസിലും കുറച്ച് അതായത് എനർജി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഗ്രെയിൻ ബൗണ്ടറീസിൽ അല്ലെങ്കിൽ എവിടെയാണോ ഈ ഇന്റർസെക്ട് ചെയ്യുന്നത് രണ്ട് ഗ്രെയിൻസ്, അവിടെ ഉള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ അവിടെയുള്ള ഗ്രെയിൻസിന് ഹയർ എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്.
സോ ആ എനർജി ഉള്ളത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻ, ഇറ്റ് വിൽ റിസൾട്ട് ദർ വിൽ ബി എ തെർമോഡൈനാമിക് ഡ്രൈവിംഗ് ഫോഴ്സ് for that area of boundary or the thermodynamic driving force for the total area of boundary to be reduced. Okay, if the grain size increases accompanied by a reduction in the actual number of grains per volume, then the total area of grain boundary will be reduced. That is, low angle boundaries have a tendency to combine and form boundaries of large misorientation. അതായത് ഈ ഗ്രെയിൻ ബൗണ്ടറി റീജിയണിൽ ഉള്ള എനർജി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും എന്താവും, ലോ ആംഗിൾ ഗ്രെയിൻ ബൗണ്ടറീസിന് എന്ത് ടെൻഡൻസി ഉണ്ടാവും, എപ്പോഴും അത് വലിയ ബൗണ്ടറി അല്ലെങ്കിൽ വലിയ മിസ്അലൈൻമെന്റിലെ ബൗണ്ടറി ആക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഗ്രെയിൻ ഗ്രോത്തിന് കാരണമാവും. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ് വരും, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസ് ഗ്രെയിൻ ഗ്രോത്ത് ഒക്കേഴ്സ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സ് to reduce the total area of grain boundaries with high energy. The grain growth rate usually slows down with annealing time, make it hard to obtain grain larger than a millimeter in size. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ടും ഗ്രെയിൻ ഗ്രോത്ത് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയാണ് കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ നോക്കും. അതിൽ മൈക്രോ സ്ട്രക്ചറും അതിൻ്റെ ഡിറ്റർമിനേഷൻ അല്ലാന്ന് വരുന്നത്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ നോട്ട് ഞാൻ തരാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ സ്ലൈഡിൽ ഞാനെല്ലാം നോട്ട്സ് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ലിൻവേസിൽ ഷെയർ ചെയ്യാം. ഞാൻ ക്ലാസ് റൂമിലായിരുന്നു ഇതുവരെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായത്. ഇനി എല്ലാം ലിൻവേസിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് അറ്റൻഡൻസ് ജസ്റ്റ് പറഞ്ഞ. ആകാശ് ഉണ്ടോ? ആകാശ്, അഖിലം, അമിത്, അനിരുദ്ധ് സുരേഷ്, കാർത്തിക്, മുഹമ്മദ് ലാദിൻ ഒക്കെ ഉണ്ട്. മുഹമ്മദ് ഷഹസാദ് ഉണ്ട്. മുഹമ്മദ് മുത്താസിം, ഓക്കെ. മുഹമ്മദ് അസഫ് ഉണ്ട്. ഫത്തേ, ഫർദീനോ ഉണ്ട്. ഓക്കെ. മുഹമ്മദ് സമ ഇല്ല. മുഹമ്മദ് സിയാൻ ഇല്ല. സിയാൻ അടക്ക് വന്നിട്ടുണ്ടായിന. നിഷാഗ് കെ ഉണ്ട്. നിവേദ് കുമാർ ഉണ്ട്. പ്രത്യുഷ് ഉണ്ട് അല്ലേ? രാഹുൽ രാജീവ് ഉണ്ടോ? രാഹുൽ രാജീവ് ഉണ്ട്. തരുൺ രാജീവ്, സൗരാഗ് ഉണ്ടോ? ഇല്ല. സിയാനും ഇല്ലല്ലോ. സൗരവ് ശ്രീജിത്ത് ഉണ്ട്. ശ്രീരാഗ് വിജയൻ ഉണ്ട്. വിഷ്ണു AP, വിഷ്ണു മാധവൻ ഉണ്ടായിന്ന്. അപ്പൊ ആബ്സെന്റീസ് ആകാശ് KM ഇല്ല, അമിത് ഇല്ല, മുഹമ്മദ് സമ ഇല്ല, മുഹമ്മദ് സിയാൻ ഇല്ല, സൗരാഗ് ഇല്ല, വിഷ്ണു N ഇല്ല. അല്ലേ? ഇത്രനല്ലേ?